വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് നമ്മുടെ യു. ഈ ഷോയെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഷോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ആ മഹാനെ കാണുമ്പോൾ നമ്മുടെ സലിംകുമാർ, പിഷാരടി, ഇവരൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ മോശമാകും? അതെ, ഞാനും സലിംകുമാറും പറൂർ എന്ന ദേശത്ത് ആദ്യത്തെ മിമിക്രിക്കാരാണ്. അതിനുശേഷം സലിംകുമാർ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ നമ്മുടെ പിഷാരടി അതിലെ ആദ്യത്തെ ആർട്ടിസ്റ്റാണ്. അതെ, സലീമേട്ട സൈനിച്ചേട്ടൻ വന്ന് നിൽക്കുന്നു. സലീമേട്ടൻ മിണ്ടിട്ട് ഞാൻ മിണ്ടാന്ന് ഓർത്തിട്ട് ഇരിക്കുക. എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു സന്ദേഹത്തിലിരിക്കുകയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിട്ട് വിജയനുണ്ട്, എടനക്കാട് വിജയൻ ഒരുമിച്ചിട്ട് ആലുവ ശാരിക എന്ന ട്രൂപ്പിൽ ആണ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ഒരു ട്രൂപ്പായിട്ട് തുടങ്ങിയത്. അതെ അതെ, അവിടെ നിന്ന് തന്നെയാണ് പല സ്ഥലങ്ങളിലേക്ക്, സൈനിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ തുടക്കകാലത്ത് ഉള്ള ഒരു പ്രവർത്തകനാണ് സൈനൻ. ആ ബന്ധം ഇന്നും തുറന്നുകൊണ്ട് പോകുന്നു. അതെ അതെ അതെ. ഈ ആലുവ ശാരിക തുടങ്ങിയ വർഷം ഏതായിരിക്കും? ഒരു 91-ൊക്കെയാണ് സലീമേട്ടനും സൈനചേട്ടനും ഒക്കെ തുടങ്ങുന്നത്. അല്ല, ശാരിക തുടങ്ങുന്ന എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവിടെ. അത് ഓർത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞത് 91. അല്ലാതെ മിമിക്രി ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെൺകുട്ടി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ആ പെൺകുട്ടി ഇപ്പൊ 2 കുട്ടികളായിട്ട് എന്റെ വീട്ടിലുണ്ട്. അയ്യോ, ഇയാള് ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു ഇയാളുടെ ചതിച്ചു എന്നൊക്കെ പറയും. അതായത് ആ ട്രൂപ്പിന്റെ ഓഫീസിന്റെ അടുത്താണ് സുനിൽ ചേച്ചിയുടെ വീട്. അപ്പൊ ആ ട്രൂപ്പിൽ തന്നെ ചേർന്നു മിമിക്രിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് സുനിൽ ചേച്ചിനെ കാണാൻ വേണ്ടി ആ വഴി പോകും. ശരിക്കും ആ ട്രൂപ്പ് ഉണ്ടാവാൻ കാരണം സുനിതയാ. ഞാൻ അതിന് സുനിതിനെ കാണാൻ വന്നപ്പോ അതിന്റെ ഓണർ നമുക്ക് ട്രൂപ്പ് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് ഇവിടെ വരികയും ചെയ്യാം, നെയ്യപ്പം നിന്നാ 2 കാര്യം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ട്രൂപ്പുമായി നിനക്കിടക്കത് വരികയും ചെയ്യാം. എനിക്കൊരു ട്രൂപ്പുമായി നിനക്കൊരു ഭാര്യയായി. സൈനൻ ചേട്ടൻ, ഞാൻ സലീംകുമാറേട്ടൻ്റെ ട്രൂപ്പിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ, നല്ലൊരു ട്രൂപ്പിൽ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ആ ട്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ 9 പുതിയ ആൾക്കാരും ഒരൊറ്റ സീനിയർ ആർട്ടിസ്റ്റേ ഉള്ളൂ. അത് സൈനൻ ചേട്ടനാണ്. സൈനൻ ചേട്ടനെ തുടക്കത്തിൽ സലീമേട്ടൻ വെച്ചിട്ടുണ്ട്. 9 ഞങ്ങൾ പുതിയ പിള്ളേർക്കും കൂടെ ഒരു അനുഭവ സമ്പത്തുള്ള ചേട്ടനുള്ളൂ സൈനൻ ചേട്ടൻ. അതെ അതെ. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പം ഷോ നല്ലോണം പൊളിഞ്ഞു പോയത് കാരണം എല്ലാവരെയും മാറ്റി നല്ല ആൾക്കാരെ വെച്ച് ട്രൂപ്പ് കടത്തിക്കൊണ്ട് പോകാൻ സലീമേട്ടൻ തീരുമാനിച്ചപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയൊക്കെ മാറ്റി. അത് മാറ്റി, ഉറപ്പായിട്ടും മാറ്റി. അപ്പം ഒരു കാര്യം ചെയ്യും, അവനെ മാറ്റണ്ട, അതവിടെ നിന്നോട്ടെ. അത് ചിലപ്പം നന്നായേക്കും എന്ന് പറഞ്ഞ 2 പേരിൽ ഒന്ന് സുനിത ചേച്ചിയും മറ്റൊന്ന് സൈനൻ ചേട്ടനുമാണ് അന്ന്, അല്ലേ? അതെ അതെ അതെ. നന്നായല്ലോ. ആ ആ പിഷാരടി ഇന്ന് എവിടെ എത്തി? ഇവിടെ ഇപ്പൊ കേശവമാമനായിട്ട് കളിക്കുന്ന സുധീറുമായി ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിൽ സൈഡ് മ്യൂസിക് ഇത് വായിക്കുന്ന ആളാണ്. ഞങ്ങൾ സ്കിറ്റ് കളിക്കുമ്പം സുധീരേട്ടൻ സൈഡ് വായിക്കുന്ന ആളാണ്. ഞാനിങ്ങനെ കാലം കളിക്കുന്ന മിമിക്രിയെ കുറിച്ച് പറയാണ്. സുധീറിനെ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കൊണ്ടുപോകുന്നത് സൈനൻ ചേട്ടനാണ്. സുധീറിനെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോകുന്നത് സൈനൻ ചേട്ടനാണ്. അതെപ്പോഴായിരുന്നു സുധീറിനെ എങ്ങനെ ട്രൂപ്പിൽ കൊണ്ടുപോയ കഥ എന്താ? നമ്മുടെ കേശവമാവനെ ഈ സുധീർ, ഞാൻ ഈ ബാലസംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അത് കുട്ടികളുടെ ഒരു സംഘം, ബാലസംഘം. അപ്പോൾ ഏഴിക്കര എന്ന സ്ഥലത്ത് ബാലസംഘത്തിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ സുധീർ അങ്ങനെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധീർ മറ്റേ കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നേരത്തെ രമേഷ് പിഷാരുടെ മോനെ പറ്റിച്ചിട്ട് ഒരു വിസിലൊക്കെ എടുത്ത് കൊടുക്കല് എന്ന് പറഞ്ഞൊക്കെ വിളിച്ചിങ്ങനെ കൊടുക്കല്, പക്ഷികളുടെ ശബ്ദം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ സുധീർ പറയും, ചേട്ടാ എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ പുള്ളിക്ക് കഴിവുണ്ട്. ആ കഴിവുള്ളവൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അതനുസരിച്ച് പുള്ളി ഡെവലപ്പ് ചെയ്ത് വന്ന് അങ്ങനെ ആദ്യമായിട്ട് കൊച്ചിൻ ഹൈലൈറ്റ്സ് എന്നും പറഞ്ഞ ട്രൂപ്പിൽ അവിടെ ആക്കി. ഏറ്റവും ആദ്യമായിട്ട് ഷോക്കാട്ടിൽ പടം വന്നത് ആ ട്രൂപ്പിലാണ്. അതിനുശേഷം കലാഭവൻ കബീറിൻ്റെ ഒരു ട്രിപ്പ് ഗൾഫിലേക്ക് വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ്, സൈന നമുക്ക് പറ്റിയ ആർട്ടിസ്റ്റ്മാരെ സെലക്ട് ചെയ്തു പറഞ്ഞു. അത് എനിക്കായിരുന്നു എൻ്റെ ചുമതല. അങ്ങനെ ഞാൻ സുധീറിനെ ഞാനാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സുധീർ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയി. പക്ഷേ പ്രോഗ്രാം വലുതായിട്ട് നടന്നില്ല. പക്ഷേ ആ സുധീറിന് പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇങ്ങേറ്റ അമേരിക്ക വരെ പോകാനുള്ള ഭാഗ്യം സുധീറിന് കിട്ടി.